ഗൈസ്, നമുക്കൊരു ട്രിപ്പ് പോയാലോ? നല്ല അടിപൊളി ഇടുക്കി റൂട്ടിക്കടെ ഹൈ റേഞ്ചിലേക്കാണ് നമ്മുടെ യാത്ര. വെറുതെ ഇൻസ്റ്റഗ്രാം നോക്കി ഇരുന്നപ്പോൾ കണ്ടൊരു പോസ്റ്റ്, അതിൽ നിന്നാണ് ഇതിന്റെയൊക്കെ ഒരു തുടക്കട്ടോ. നാട്ടിൽ വന്നതിന്റെ വൺ ഓഫ് ദ മെയിൻ ഉദ്ദേശം യാത്ര പോലെ അതുകൊണ്ട് ഞാനൊന്നും നോക്കില്ല, എടുത്തങ്ങോട്ട് ചാടി. 5 കൊല്ലം ഇതികൂടെ വണ്ടി ഓടിച്ചിട്ട് നടന്നതാണെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും ദൂരം ഞാൻ ഡ്രൈവ് ചെയ്യണത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഒത്തിരി എൻജോയ് ചെയ്താണ് ഞാൻ അവിടെ ഡ്രൈവ് ചെയ്തെത്തിയത്. ആൻഡ് ഫൈനലി വി റീച്ച്ഡ് അവർ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ സൂര്യനെല്ലി. ഇനിയാണ് ഈ ട്രിപ്പിന്റെ സസ്പെൻസ് പാർട്ട്. ഇറ്റ്സ് എ സ്ട്രേഞ്ചസ്റ്റ് ട്രിപ്പ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത 10-25 ആൾക്കാരുടെ കൊളുക്കുമലയിലെ ക്യാമ്പിംഗ് ട്രിപ്പിനാണ് നമ്മൾ പോണത്. കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. എന്റെ വണ്ടി അവിടെ നിർത്തിയിട്ട് ബാക്കി. ഇനി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞാലോ? ട്രെയിലോറ സംഘടിപ്പിച്ച് ബ്ലാക്ക് ഈഗിൾ ഇക്കോ ക്യാമ്പിലേക്കുള്ള ഒരു ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു കേട്ടോ അത്. അതായത് ഇത് ഫുൾ ഓൺ ട്രിപ്പിംഗ് വൈബിൽ നാട്ടി വന്നതാ. പക്ഷേ എന്തോ അങ്ങോട്ട് ശരിയാവണേ. അതിന് ഞാൻ കണ്ടുപിടിച്ച സൊല്യൂഷൻ ആയിരുന്നു ഈ ട്രിപ്പ്. അതെ ഗൈസ്, 7 കിലോമീറ്റർ ഓഫ് റോഡിങ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ എത്തിയത് കേട്ടോ. ഇനി കുറച്ച് സൂര്യനെല്ലി സ്റ്റോറി ആയാലോ? ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനിയുടെ കീഴിലുള്ള ഒരു ടീ എസ്റ്റേറ്റ് ആണ് സൂര്യനെല്ലി. 3500 ഹെക്ടർ ഏരിയ ഉള്ള ഈ സ്ഥലത്തെ ഒരു മല മാത്രമാണ് കൊളുക്കുമല. ഇനി സൂര്യനെല്ലിനെ നമ്മൾ 3-4 പാർട്ടായിട്ട് ഡിവൈഡ് കിട്ടോ. ലോവർ സൂര്യനെല്ലി, അപ്പർ സൂര്യനെല്ലി, നാഗമല, ഗുണ്ടുമല, പാപ്പത്തിച്ചോല, ഇതൊക്കെയാണ് ഈ സ്ഥലങ്ങളുടെ പേര്. എന്തായാലും വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിച്ചാൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കയറി ചെന്നപ്പോ തന്നെ മുകളിലോട്ട് കയറി ചെല്ലുന്തോറും കോടമഞ്ഞിന്റെ കട്ടി കൂടി കൂടി വന്നു. ലാസ്റ്റ് ക്യാമ്പ് സൈറ്റിൽ എത്തിയപ്പോഴത്തേക്കും ഇതായിരുന്നു വ്യൂ. ഒരിക്കലും പോകാൻ ചിന്തിക്കാത്ത ഈ സ്ഥലത്ത് തന്നെ എത്തിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയാണ് ഞാൻ അപ്പൊ ചെയ്തത്. ഇറ്റ് വാസ് മാജിക്കൽ ഗൈസ്. അതെ, നമ്മളെല്ലാവരും ഇവിടെ ഈ കൊളുക്കുമല കയറുന്നതിന് മുന്നുള്ള ക്യാമ്പ് സൈറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു 3 ജീപ്പ് ആളുണ്ടായിരുന്നു. ഇവിടെ മൊത്തം കോടമഞ്ഞാണ്. അപ്പൊ ഈ കാണുന്നതാണ് ബ്ലാക്ക് ഈഗിൾ ഇക്കോ ക്യാമ്പ്. ആ കാണുന്ന ടെന്റുകൾ നമുക്കുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആൾക്കാരോട് മിണ്ടാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ബട്ട് അതുപോലെ തന്നെ കുറെ ആൾക്കാർ വന്നപ്പോ എനിക്ക് കുറച്ച് കൺഫ്യൂഷനായി. എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു പരിചയമില്ലാത്ത മുഖങ്ങളായതുകൊണ്ട് സോളോ ട്രിപ്പ് പോയപ്പോ പോലും എനിക്ക് ഫീൽ ചെയ്യാത്തൊരു ഫീലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബട്ട് നിമിഷ നേരം കൊണ്ട് ഞാനെല്ലാം മറന്നു. കണ്ണിൽ കാണുന്ന കാഴ്ച ഇതല്ലേ, എങ്ങനെ മറക്കാതിരിക്കും? എന്തായാലും ടെന്റ് ലൊക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഒന്ന് വർത്താനം പറച്ചിൽ തുടങ്ങി. ഒരു ഭൂരിഭാഗം ആൾക്കാരും ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാരും കഴക്കൂട്ടത്തുനിന്ന് പോന്നപ്പോ തൊട്ട് ഒരുമിച്ചാണ്. ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് പീസ്. നൈറ്റ് ആയപ്പോഴത്തേക്കും അവര് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാരോടും മുകളിലത്തെ ഹട്ടിലോട്ട് വരാൻ. ട്രിപ്പിലുള്ളവരോട് കമ്പനി ആവുന്നതിന് മുന്നേ ഞാൻ അവിടുത്തെ സ്റ്റാഫായിട്ടാ കമ്പനി ആയി. ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന ആളില്ലേ, അവന്റെ പേര് മത്തായി എന്നാണ് കേട്ടോ. അവനാണ് മത്തായി എന്ന് പറയണത്. അവന്റെ ശരിക്കുള്ള പേര് അരുണെന്തോ ആണ്. എന്തായാലും അവനും അവന്റെ വൈഫ് അൽഫി അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ കമ്പനി ആയത് അവരുമായിട്ടാ. ചിക്കൻ അങ്ങനെ ഗ്രില്ലായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എല്ലാരും മോളിൽ കയറി ഒന്ന് വൈബ് ആവാൻ തുടങ്ങിട്ടോ. അപ്പൊ നമ്മള് പോകുന്ന മല ഏതാണ്? When they came, അവർക്ക് സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യണം. സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യണം. ഏലക്ക, യെസ്. കാർഡമം. സോ കാർഡമം ഇസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് സ്പൈസസ്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഈ കാർഡമം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവര് നോക്കിയപ്പോഴേക്കും ആകെയുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ഈ തടികള്, ഈ വെറ്റ് സോളാർ റെയിൻ ഫോറസ്റ്റ്. അപ്പൊ ഈ റെയിൻ ഫോറസ്റ്റിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സോ ഇവിടത്തെ റെയിൻ ഫോറസ്റ്റിലെ മരങ്ങള്
മരങ്ങൾക്ക് ഹൈ റെസിൻ കണ്ടന്റുള്ള മരങ്ങളാണ്. ഓക്കെ, ഈ ഹൈ റെസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഓയിൽ, സോ ഇറ്റ് ഈസ് വെരി ഇൻഡസ്ട്രക്റ്റബിൾ. അത് നമ്മൾ നോർമലി ഒരു മരം വെട്ടണ പോലെ അല്ല. ഇപ്പോഴും നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ വാസ്കോ ഡ ഗാമ ചേർച്ചും പിന്നെ സാന്റാക്രൂസ് ബസിലിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ പറ്റും. സോ ഇവിടെ നിന്നാണ് അവർ ആ തടികളൊക്കെ എല്ലാം വെട്ടിയിട്ട് സോ ദേ യൂസ് ഫോർ റെയിൽ റോഡ്സ് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. സോ അവരുടെ മെയിൻ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഇവിടെ നിന്ന് അവർ അത് കട്ട് ചെയ്യാൻ ചൈനന്നാണ് ടീ കണ്ടുപിടിച്ചത്. സോ 206 BCE, 206 BCE there was an emperor named Xing Han. Okay, പുള്ളിക്കാരൻ ഒരു മരത്തിന് താഴെ തപസ്സിരിക്കുകയായിരുന്നു. So he was meditating. So while meditating പുള്ളിയുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് ലൈക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. സോ ഈ ചൂടുവെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഈ മരത്തിന് മേളിൽ നിന്ന് ഒരു ലീഫ് വന്ന് ഈ ചൂടുവെള്ളത്തിൽ വീണ്. അങ്ങനെയാണ് ടീ കണ്ടുപിടിച്ചത്. So actually tea is not a bush, it's a tree. 30 feet long tree ആണത്. മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ ഈ ഹൈറ്റ് ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. സോ അതാണ് ടീന്റെ ഹിസ്റ്ററി. ട്രീസ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സ്ക്യൂസ് ആയിരുന്നു ടീ. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും സംസാരിക്കുന്ന സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ പറയണതെല്ലാം കേൾക്കാൻ പറ്റുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ ഇതൊന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ സൂര്യനെല്ലയുടെ ഒറിജിനൽ പേര് വെറ്റ് ഷോളാർ റെയിൻ ഫോറസ്റ്റ് എന്നാണ്. പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ വന്ന് ഇവിടുത്തെ മരങ്ങൾ വെട്ടാൻ വേണ്ടി നമ്മുടെ അന്നത്തെ രാജാവായിരുന്ന ട്രാവൻകൂർ മഹാരാജാവിനെ ട്രിക്ക് ചെയ്താണ് ഈ സ്ഥലം കൈക്കലാക്കിയത്. ടീ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടാണ് 15 വർഷത്തെ ലീസിന് അവർ ആ സ്ഥലം എടുത്തത്. എലീറ്റ് പീപ്പിൾ മാത്രം യൂസ് ചെയ്തിരുന്ന ടീ തരാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മഹാരാജാവ് ചെറുതായിട്ടൊന്ന് വീണുപോയി. അങ്ങനെ ആ 15 വർഷത്തിന്റെ ലീസ് ഈ സ്ഥലത്തിന്റെ തലാര തന്നെ മാറ്റിയൊരു സംഭവമായി മാറി. നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ലാൻഡ് ആയതുകൊണ്ട് അവർക്ക് നേരെ ടീ പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റിയില്ല. സോ അവർ യൂക്കാലിപ്റ്റസ് നട്ടു ആദ്യം. യൂക്കാലിപ്റ്റസിന്റെ കാലം കഴിഞ്ഞപ്പോൾ അവർ നേരെ ടീ നട്ടു. അങ്ങനെ ഈ നാടിന്റെ എക്കോസിസ്റ്റം തന്നെ നശിപ്പിച്ച് അവർ ടീ പ്ലാന്റേഷൻ നടത്തി. ഗൈസ്, ഇപ്പോഴത്തെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊന്നും വളരില്ല. കാരണം ഈ ലാൻഡ് ഫുള്ള് നശിച്ചു കിടക്കുന്ന ലാൻഡാണെന്നാണ് ഇവർ പറയണത്. നേരെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഈ നാടിൻ്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും നശിപ്പിച്ചിട്ടാണ് ഇപ്പം ഈ കാണുന്ന രൂപത്തിലേക്ക് ഇത് മാറ്റിയിട്ടുള്ളത്. അപ്പം അതാണ് സൂര്യനൊതിക്കാത്ത സൂര്യനെല്ലിയുടെ കഥ. നമ്മളിത് കോടമഞ്ഞാൽ മൂടപ്പെട്ടാണ് നിൽക്കണേ. രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ട് ഒരു ഭൂരിഭാഗം ആൾക്കാരും ഒരു 10-10:30 ആയപ്പോഴത്തേക്കും പോയി കിടന്നു കേട്ടോ. കിടക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നാൽ ഞാൻ ഈ ടൈം ലാപ്സും വെച്ച് അവിടെ തന്നെ നിന്ന് ഇതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റ്സ് അവർ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോഴാണ് ശരിക്കുള്ള റിയൽ ബ്യൂട്ടി നമ്മൾ കാണുന്നത്. ഇതായിരുന്നു അവിടുത്തെ സ്റ്റാർസ്. ഐ വാസ് സോ ഹാപ്പി വെൻ ഐ വെന്റ് ടു ദ ബെഡ് ദാറ്റ് നൈറ്റ്. സോ നെക്സ്റ്റ് ഡേയിലെ കൊളുക്കുമല വിശേഷങ്ങൾക്കായി പ്ലീസ് വെയിറ്റ് ഫോർ പാർട്ട് 2.